നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിനെതിരെ ഒരു ആരോപണം. കൃഷ്ണകുമാറും മകളും ചേർന്നിട്ട് ആ സ്ഥാപനത്തിലെ ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി അവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തു. വലിയ വാർത്തയായിരുന്നു രാവിലെ മുതൽ. എന്നാൽ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും കളം മാറി. കൃഷ്ണകുമാർ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. അതായത് തൻ്റെ സ്ഥാപനത്തിലെ, അതായത് മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ സ്ഥാപനത്തിൻ്റെ QR കോഡ് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് അവരുടെ മൊബൈൽ ഫോണിലെ QR കോഡ് കാണിച്ച് ഏതാണ്ട് 69 ലക്ഷം രൂപ തട്ടിയെടുത്തു. അപ്പോൾ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയ ആ ജീവനക്കാരെ സംരക്ഷിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടേയിരുന്നു. ഇവിടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരു BJP നേതാവ് അല്ലെ BJP പ്രവർത്തകനായി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൾ നൽകിയ പരാതി പോലും പരിഗണിക്കപ്പെട്ടില്ല. അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ഈ തലക്കെട്ടുകൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാമല്ലോ. ഇപ്പം പെൺവാണി BJP നേതാവ് പിടിയിൽ, അത് ഭയങ്കര ഒരു താല്പര്യത്തോടു കൂടി കൊടുക്കുന്ന ഒരു പ്രവണത മാധ്യമങ്ങൾക്കുണ്ട്. കൃഷ്ണകുമാർ അത്തരത്തിലൊരു BJP സ്ഥാനാർത്ഥിയും BJP പ്രവർത്തകനും ഒക്കെ ആയതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഇത്തരത്തിൽ ആദ്യം കൃഷ്ണകുമാറിനെതിരെ വൻ രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. കൃഷ്ണകുമാറും മകളും ചേർന്ന് ജീവനക്കാരെ കെട്ടിയിട്ട് മർദ്ദിച്ച് പൈസ വാങ്ങിയെന്നൊക്കെ. കൃഷ്ണകുമാർ അതിന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, എൻ്റെ മകൾ 2019 തുടങ്ങിയ സ്ഥാപനമാണ്, ഒരു ബോട്ടിക്കാണ്. അവിടെ 3 സ്റ്റാഫുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരുന്നത്, ഈ കൃഷ്ണകുമാറിൻ്റെ മകൾ ഗർഭിണി ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇതിൻ്റെ അക്കൗണ്ട്സ് സഹിതം ആ സ്റ്റാഫുകളെ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവർ 3 പേരും കൂടി ചേർന്നിട്ട് കസ്റ്റമേഴ്സ് വരുമ്പോൾ QR കോഡ് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് ഇവരുടെ മൊബൈലിലേക്ക് അവരുടെ സ്വന്തം QR കോഡ് കൊടുക്കുകയും കസ്റ്റമർ അതിലേക്ക് പൈസ ഇടുകയും ഇവർ വീതിച്ചെടുക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങളടക്കം തയ്യാറായിട്ടുണ്ട്. അതെല്ലാം മാധ്യമങ്ങൾക്ക് കാണിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൂടാതെ തന്നെ മുഖ്യമന്ത്രിക്ക് മെയിൽ വഴി പരാതി കൊടുത്തു. മുഖ്യമന്ത്രി അവിടെ ഓഫീസിൽ നിന്ന് റിപ്ലൈ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പോലീസ് അന്വേഷിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്വാഭാവികമായും ഇതൊക്കെ ഡിജിറ്റൽ തെളിവുകളില്ലാതെ വെറുതെ വന്ന് കൃഷ്ണകുമാറിന് പറയാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ നമ്മളാണെങ്കിലും ഒരു കടയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഇപ്പോൾ എല്ലാവരും പൈസ അല്ലല്ലോ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 10 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ നമ്മൾ ഗൂഗിൾ പേ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ പേക്ക് വേണ്ടി സ്കാനർ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കടക്കാരൻ പറയുന്നത് അത് വർക്ക് ചെയ്യില്ല, ഇതിലേക്ക് ഇടുമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, പൈസ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് കൊടുക്കുന്നു. അതിന് ആരുടെ അക്കൗണ്ടാണെന്നൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒരുപാട് തട്ടിപ്പുകൾ കുറേ നാളായി നടത്തിയെന്നാണ് പറയുന്നത്. ക്യാഷിൻ്റെ കണക്കുകൾ അറിയില്ല, QR കോഡ് വഴി നടത്തിയ തട്ടിപ്പുകൾ, അതോടൊപ്പം തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടും ഗൂഗിൾ പേ ഒക്കെ പരിശോധിച്ചപ്പോൾ ലക്ഷങ്ങളുടെ ഇടപാട് പലതിലേക്ക് നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരിപ്പോൾ ഒരു 1000 രൂപയുടെ ഇത് നടന്നാൽ പോലും ഇവർ 3ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്ന ഒരു പതിവ്. അപ്പം 1-2 രൂപയല്ല, 69 ലക്ഷം രൂപ. അവസാനം ഇത് പിടിക്കപ്പെട്ടപ്പോൾ 8 ലക്ഷം രൂപ മടക്കി കൊടുത്തു. ബാക്കി തുക തരാമെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അവരും ഇപ്പോൾ മാധ്യമങ്ങളെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് പറയുന്നതിനകത്തൊന്നും വ്യക്തതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഏതായാലും ഈ സ്റ്റാഫുകൾ ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. ഈ കൃഷ്ണകുമാറിൻ്റെ മകൾ സ്വാഭാവികമായിട്ട് ഒരു ബുട്ടിക്ക് തുടങ്ങുന്നു. അവർ ഗർഭിണിയാകുമ്പോൾ കടയിൽ വരാൻ പറ്റുന്നില്ല. അവരുടെ ഭർത്താവ് ഒരു IT ജീവനക്കാരനോ മറ്റോ ആണ്. അയാൾക്കും കൃത്യമായിട്ട് കണക്ക് നോക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു മുതലാളി അല്ലെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റർ സ്വന്തം ജീവനക്കാരെ വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും വിശ്വസിക്കുന്നത്. അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് കൂടെ നിൽക്കുമെന്നൊക്കെ. ഇപ്പം അറ്റ്ലസ് രാമേന്ദ്രൻ, അയാൾ ഒരു കാലത്ത് നമ്മുടെ ഇപ്പം ചാനലിലൊക്കെ നോക്കിയാൽ അറ്റ്ലസ് രാമേന്ദ്രൻ്റെ പരസ്യമായിരുന്നു. നമ്മുടെ കുറേ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി. പിന്നീട് നമ്മൾ കേൾക്കുന്ന ഈ അറ്റ്ലസ് രാമേന്ദ്രൻ്റെ ബിസിനസ് സാമ്രാജ്യം കംപ്ലീറ്റ് തകരുന്നു. ഈ തകരുന്നതിൻ്റെ പ്രധാന കാരണം ഈ സ്റ്റാഫുകൾ തന്നെ ഇയാളെ ചതിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഇയാൾ എത്രയോ വർഷം ജയിലിൽ കിടന്നു. ഈ ജയിലിൽ കിടന്ന സമയത്ത് ഈ രാമേന്ദ്രൻ സഹായിച്ച അല്ലെങ്കിൽ രാമേന്ദ്രൻ പിന്തുണച്ച ആരും തന്നെ അയാളെ ജയിലിൽ പോയി കാണാനോ അല്ലെ അവരെ സഹായിക്കാനൊന്നും ശ്രമിച്ചില്ല. ഇവിടെയും അതുപോലെ കൃഷ്ണകുമാർ അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ മകള് സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ 3 ജീവനക്കാരെ വിശ്വസിക്കുന്നു. എന്നിട്ട് അവരെ വെച്ചിട്ട് ഈ കട റൺ ചെയ്ത് പോവുകയാണ്. ഈ പോകുമ്പോൾ ഇപ്പോൾ അവസാനം ഈ കടകളിലെല്ലാം തന്നെ ഇപ്പോൾ CCTV വെക്കുന്നുണ്ട്. ഈ CCTV വെക്കുമ്പോൾ സ്റ്റോക്കിൻ്റെ കണക്കെടുക്കുകയും ഈ പറയുന്ന പൈസയുടെ കണക്ക് നോക്കുമ്പോൾ ടാലി ആകുന്നില്ല. അപ്പോൾ സ്റ്റോക്ക് കുറയുന്നുണ്ട്, പക്ഷേ പണം കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ പണം തട്ടിയെടുക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവർ എത്രയോ കാലമായി തുടരുന്ന ഒരു കാര്യമാണ്. അപ്പം വിശ്വസിച്ച് ഒരു സ്ഥാപനത്തെ ഏൽപ്പിക്കുന്നു, ആ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പണം തട്ടിയെടുക്കുന്നു, എന്നിട്ട് അത് സംബന്ധിച്ച് വാർത്ത വളച്ചൊടിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പ് കൃഷ്ണകുമാറിൻ്റെ മകൾ തന്നെ ഈ സംഭവം കൊടുത്തിരുന്നു, എൻ്റെ 69 ലക്ഷം രൂപ തട്ടിയെന്ന്. പക്ഷേ അതിന് വലിയ പ്രാധാന്യം കിട്ടിയില്ല. ഇവിടെ ഒരു BJP നേതാവിനെയോ മകളെയോ അല്ലെങ്കിൽ കുടുംബത്തെയോ അപകീർത്തിപ്പെടുത്താൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഒരു മാധ്യമം വാർത്ത കൊടുക്കുന്നു, പിന്നെ അതിൻ്റെ ചൂട് പിടിച്ച് എല്ലാവരും മാധ്യമം കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് ഈ സ്ക്രോൾ ന്യൂസായിട്ട് വരുന്നത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJP നേതാവ് സ്റ്റാഫിനെ തട്ടിക്കൊണ്ടുപോയി അവരെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കള്ളത്തരം കാണിക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ നിലപാട് തീർച്ചയായും. അതുമാത്രമല്ല, ഈ കൃഷ്ണകുമാറിൻ്റെ വാർത്താ സമ്മേളനം അടക്കം വലിയ പ്രാധാന്യമില്ലാതെയാണ് കൊടുക്കുന്നത്. കാരണം ആദ്യം ആ വാർത്ത അറിഞ്ഞപ്പോൾ അത് ഭയങ്കര ആവേശത്തോട് കൊടുത്ത് പല മാധ്യമങ്ങളും, പിന്നീട് ഇത് കൃഷ്ണകുമാർ യഥാർത്ഥ വസ്തുത പുറത്തു വന്നപ്പോഴത്തേക്ക് ഇത് പതുക്കെ ചവിട്ടി.
അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതിപ്പോൾ എന്തായാലും ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിന് അയാൾ BJP-കാരനാവട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാകട്ടെ CPM-കാരനാകട്ടെ അങ്ങനെയല്ല വാർത്തയെ കാണേണ്ടത്. ഒരു പക്ഷേ അയാൾ ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരാൾ, അതോടൊപ്പം തന്നെ ആ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ പോയി വാങ്ങാനുള്ളൊരു സൗകര്യം, ഇതൊക്കെ ഇതുകൊണ്ടുള്ള ഗുണമാണ്. അത് മനസ്സിലാക്കുന്നില്ല. അത് ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയുള്ളൊരു സേവനമായി കൂടി കണക്കാക്കാം. കാരണം ദൂര സ്ഥലത്ത് പോയി വാങ്ങുന്നതിനേക്കാൾ തൊട്ടടുത്തൊരു കടയുണ്ട്, അപ്പോൾ അതുവഴി 3 കുടുംബങ്ങൾ കഴിയുന്നു. ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. അതുമാത്രമല്ല, ഇതിപ്പോൾ ഒരു 5,000 രൂപയോ 10,000 രൂപയോ അല്ലെങ്കിൽ ഒരു 50,000 രൂപ ആയിക്കോട്ടെ, ഇത് 69 ലക്ഷം രൂപയൊക്കെ വെട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു ശരിയായ നടപടിയല്ല. അത് കൃത്യമായ രീതിയിൽ അത് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം സ്വാഭാവികമായും ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ തുണിക്കടകളിലാണെങ്കിൽ മാത്രമാണ് ബില്ല് ചോദിക്കുന്നത്. കാരണം നമ്മൾ ചിലപ്പം വീട്ടിലുള്ളവർക്ക് വേണ്ടി വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ അവർക്ക് പാകമാകാതെ വരികയോ ഇഷ്ടപ്പെടാതെ വരികയാണെങ്കിൽ ബില്ലുമായിട്ട് വന്നാണ് മാറേണ്ടത്. പക്ഷേ ഈ ബൊട്ടീക്ക് പോലുള്ള സ്ഥാപനങ്ങളിൽ ബില്ലിൻ്റെ ആവശ്യമില്ല. കാരണം ബില്ല് തന്നാലും ചുരുട്ടിക്കൂട്ടി കളയുകയുള്ളൂ. കാരണം ഈ പറഞ്ഞതുപോലെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നത് അതിനെ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ പോയി ആൾ നേരിട്ട് എത്തിയിട്ട് അളവെടുത്തൊക്കെയാണ് അത് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ കസ്റ്റമേഴ്സിനും വലിയ സംശയമൊന്നും തോന്നില്ല. ഇപ്പോൾ നമ്മളാണെങ്കിലും ഒരു ബൊട്ടിക്ക് പോയി എന്തെങ്കിലും ആഭരണങ്ങളോ ഒക്കെ വാങ്ങിയിട്ട് അവസാനം അവിടെ ബില്ല് അടിക്കുന്നിടത്ത് ചെല്ലുമ്പോൾ അവർ പറയും ഇതുപോലെ ഈ സ്കാനർ വർക്ക് ചെയ്യുന്നില്ല, ഇതിലേക്ക് ഇടാൻ പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇടുകയുള്ളൂ. അത് ഇപ്പോൾ ആരുടെയാണെന്നൊന്നും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കില്ലല്ലോ. അതുപോലെയാണ് കസ്റ്റമേഴ്സ് നോക്കുന്നത്. പക്ഷേ കൃഷ്ണകുമാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പാളിച്ച പറ്റി, കാരണം ഞങ്ങൾ ഒരു ഉടമ എന്ന നിലയിൽ ഇത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതുമാത്രമല്ല ദിയ പറയുന്നുണ്ട് പലപ്പോഴും ചാലയിലൊക്കെ പോയി സാധനങ്ങൾ എടുക്കാൻ ഇതിനകത്തൊരു പെൺകുട്ടിയാണ് വിടുന്നത്. ആ കുട്ടി തിരിച്ചു വന്ന ശേഷം ബില്ല് കാണിക്കില്ല, എത്ര രൂപയായെന്ന് പറയാതെ അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു തവണ സംശയം തോന്നിയപ്പോൾ ബില്ല് കൊണ്ടുവന്നു. പക്ഷേ ബില്ലിലുള്ള തുകയും ഇട്ടുകൊടുത്ത തുകയും തമ്മിൽ വ്യത്യാസം വന്നപ്പോൾ അത് സെല്ലോ ടേപ്പ്, സ്റ്റാപ്ലർ അതൊക്കെ മറ്റ് സ്ഥലത്തുനിന്ന് വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കങ്ങ് ഒപ്പിച്ചു. പക്ഷേ അവരത് വലിയ സംശയമൊന്നും തോന്നാതെ അതങ്ങ് ഇട്ടുകൊടുത്തു. അങ്ങനെ 1-2 തവണ അവർക്കൊരു ചെറിയ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളിൽ എന്തായാലും ഇത് പരിശോധിച്ചാൽ അറിയാൻ പറ്റുമല്ലോ. സ്വാഭാവികമായിട്ടും ഈ സ്കാനറിലാണോ കസ്റ്റമേഴ്സ് സ്കാൻ ചെയ്യുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ 69 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയല്ല. അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്തേണ്ടത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. പിന്നെ കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം BJP സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ ഉപരി ആദ്യം ഒരു ടെലിവിഷൻ അവതാരകനായിരുന്നു. അതിൽ നിന്ന് അയാൾ സിനിമയിലേക്ക് എത്തുന്നു, പിന്നെ സീരിയലുകളിലൊക്കെ വരുന്നു. പിന്നീട് കുറച്ച് നാൾ അദ്ദേഹം ഈ മെയിൻ സ്ട്രീമിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു. പിന്നെ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഈ മക്കളിലൂടെയും കുടുംബത്തിലൂടെയാണ്. അവരുടെ കുടുംബം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് കാണാൻ വലിയ കൗതുകമാണ്, ഇത്രയും പെൺകുട്ടികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെല്ലാം ഇവരുടെ ഓരോ കാര്യങ്ങൾ, അവർ ഉറങ്ങുന്നത് ഒരു മുറിയിലാണ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര വൈറലാണ്. അപ്പോൾ ഇത്രയും സുന്ദരികളായ പെൺകുട്ടികളും വൈഫും ഒക്കെ ആയിട്ട് അവരുടെ ജീവിതവും ഒക്കെ ജനങ്ങൾക്ക് എപ്പോഴും ഒരു സുതാര്യമായ രീതിയിലാണ് കൃഷ്ണകുമാർ എപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ കുട്ടികളെല്ലാം മിടുക്കരാവുകയും അവർ സ്വന്തമായി റീൽസും അതോടൊപ്പം തന്നെ സിനിമയിലും ഒക്കെ എത്തി. അഹാനയൊക്കെ സിനിമയിൽ വലിയ താരമാണ്. അപ്പോൾ യൂട്യൂബ് വരുമാനവും അല്ലാതുള്ള വരുമാനമൊക്കെ ആയിട്ട് കൃഷ്ണകുമാർ പിന്നീടാണ് പിന്നെ രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുന്നതും ഒരു താരമായി തീരുന്നത്. സ്വാഭാവികമായും കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലും കൃഷ്ണകുമാറിന് തൻ്റെ നിരപരാധിത്വമാണെങ്കിൽ അത് തെളിയിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ സ്റ്റാഫുകളുടെ ഭാഗത്ത് അവർക്ക് തെറ്റ് വന്നില്ലെങ്കിൽ അവർക്കും അത് തെളിയിക്കേണ്ടത് ഉത്തരവാദിത്വം പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അതിൽ ഏതായാലും പോലീസാണ് ഇക്കാര്യത്തിലൊരു വ്യക്തമായ തീരുമാനം എടുക്കേണ്ടത്. ഏതായാലും മുഖ്യമന്ത്രിക്കടക്കം മെയിൽ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് റിപ്ലൈയും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധനകൾ കാര്യക്ഷമമാവുകയും ഒപ്പം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാൻ കഴിയും. പക്ഷേ മാധ്യമങ്ങൾ ഈ ചെയ്യുന്ന രീതി, അതായത് ഒരു BJP നേതാവെന്ന തരത്തിൽ അയാൾ തെറ്റ് ചെയ്താൽ അത് പ്രൊജക്റ്റ് ചെയ്യുകയും അയാളുടെ ഭാഗത്തല്ല തെറ്റെങ്കിൽ അതിനെ മൂടിവെക്കുകയും ചെയ്യുന്ന സമീപനം ഒരിക്കലും ശരിയല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.